ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ 12 ശൂനായ മറിയത്തിന്റെ സ്ഥലം മാറ്റം അഥവാ സ്വർഗ സംവഹനം, അതിനൊരുക്കമായിട്ടുള്ള ശൂനായ നോമ്പിന്റെ 12ാം ദിവസം. ഇന്നലെ ഒരു വൈദികൻ എന്നെ വിളിച്ച് ഒരു ചെറിയ വിശദീകരണം ആവശ്യപ്പെട്ടു. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യവും ഞാൻ കൊടുത്ത മറുപടിയും മറ്റുള്ളവർക്ക് ഉപകരിക്കുമെന്നതിനാൽ ഞാനതുകൂടെ പങ്കുവെക്കുകയാണ്. എൻ്റെ ഈ ടോക്കിൽ, ശൂനായ ധ്യാനത്തിൽ ടോക്കിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവെച്ചത്. വളരെ മനോഹരമായ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ അങ്ങനെ തന്നെ പറയാം. പരിശുദ്ധ കന്യകാമറിയം തന്റെ ഗർഭത്തിൽ ദൈവപുത്രനെ ഗർഭം ധരിച്ചു. അത് ശാരീരികമായിട്ടാണ്. എന്നാൽ നാം അവനെ സ്വീകരിക്കുന്നതും ആരാധിക്കുന്നതും ഉത്തിതനായ ക്രിസ്തുവിനെയാണ്. മറിയം കർത്താവിനെ മനുഷ്യ വ്യക്തിയായിട്ടാണ് തന്റെ ഗർഭത്തിൽ വഹിച്ചത്. ക്രിസ്ത്യാനികൾ അവനെ സ്വീകരിക്കുക കൗദാശികമായിട്ടാണ്. അത് ഭൗതിക ശരീരവും രക്തവുമല്ലല്ലോ. അതിനാൽ മറിയത്തിൽ ദൈവം ആയിരുന്നത് അതുല്യമായ വിധത്തിലല്ലേ? അതുപോലെ മറ്റൊരു വ്യക്തിയിലും പറ്റില്ലല്ലോ. കർത്താവിന്റെ കൗദാശി സ്ഥാനിതം എല്ലാ കത്തോലിക്കർക്കും പറ്റും. അപ്പൊ മറിയത്തിന്റെ ഗർഭത്തിലുള്ള കർത്താവും നമ്മൾ സ്വീകരിക്കുന്ന കൗദാശി കർത്താവും അത് രണ്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം വ്യത്യാസമില്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, മറിയം ഇല്ലേ കർത്താവിനെ ഗർഭത്തിൽ വഹിച്ചു, അതേ കർത്താവാണ് നമ്മിലേക്ക് വരുന്നത്. അത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ പറഞ്ഞത്, ഇങ്ങനൊരു മറിയം അല്ലേ അതുല്യമായ മറ്റൊരാളുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് മറിയം. അതേസമയം അതേ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നെങ്കിലും മറിയത്തിന്റെ അതിനോട് നമുക്ക് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ഇത് നിങ്ങൾക്ക് പലരും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പങ്കുവെക്കുന്നത്. ഈ ഒരു കാര്യം ആദ്യം തന്നെ ചോദിക്കാം നമുക്ക്. മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന ആൾ തന്നെയല്ലേ എല്ലാ കത്തോലിക്കരിലേക്കും ദിവ്യകാരണത്തിലൂടെ വരുന്നത്? അതെ, മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന ആൾ തന്നെയാണ് വരുന്നത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. മറിയത്തിൽ സംഭവിച്ച മനുഷ്യാവതാരം അത് അതുല്യമാണ്, പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലുതാണ് എന്ന് ഞാൻ കാൾബാർത്ത് എന്ന ദൈവശാസ്ത്രജ്ഞന്റെ കഥ പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാൾബാർത്ത് എന്ന് പറഞ്ഞാൽ പോളാറാമൻ മാർപ്പാപ്പ, ബെനഡിക്ട് മാർപ്പാപ്പ, ജോൺ പള്ളണ്ടമൻ മാർപ്പാപ്പയൊക്കെ കൺസൾട്ട് ചെയ്തിരുന്ന ഒരു പ്രോട്ടസ്റ്റന്റ് സ്വിറ്റ്സർലൻഡുകാരനായ ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ചരിത്രത്തിലും യേശുവിന്റെ ചരിത്രത്തിലും ഏറ്റവും നിർണായകമായ രണ്ട് ഇടപെടലേ ദൈവപിതാവ് നടത്തിയിട്ടുള്ളൂ. ഒന്ന് മനുഷ്യാവതാരവും മറ്റൊന്ന് തിരുവുത്ഥാനവുമാണ്. അതായത് മറിയത്തിൽ സംഭവിച്ച ഈ കന്യകയുടെ ഗർഭധാരണം എന്ന് പറയുന്നത്, അതായത് ദൈവം മനുഷ്യനാകുന്ന മനുഷ്യാവതാരം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിക്കൽ വലുതാണ്. മറ്റൊരു സംഭവമായിട്ടും അതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇത് ഞാൻ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് മറിയത്തിൽ സംഭവിച്ചത് മറ്റൊരാളിലും സംഭവിക്കാത്ത തരത്തിൽ മഹാ അത്ഭുതമാണ്. പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയ അത്ഭുതമാണ്. അത് മനസ്സിലങ്ങ് ഉറക്കുക. അതേസമയം മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന ആ ദൈവം തന്നെയാണ് ദിവ്യകാരണത്തിന് നമ്മിലേക്കും വരുന്നത്. ആളൊന്നു തന്നെയാണ്. രൂപം വ്യത്യാസം ഉണ്ടെങ്കിലും ആളൊന്നു തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൊണ്ട് വ്യക്തമാകുകയാണ്, മറിയത്തിൽ സംഭവിച്ച മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. മറിയത്തിൽ സംഭവിച്ച മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പുതിയ ഉടമ്പടി, പുതിയ നിയമം എന്ന് യേശു ഉപയോഗിക്കുന്ന വാക്ക് കുർബാനയുമായി മാത്രം ബന്ധപ്പെട്ടാണ്. നമുക്ക് ബൈബിളിൽ പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമമുണ്ട്. ആ വാക്ക് പക്ഷെ ഉപയോഗിച്ചിരിക്കുന്നത് കുർബാനയ്ക്ക് മാത്രമാണ്. കുരിശിലെ ബലി, അവന്റെ തിരുവുത്ഥാനം, അത് ലോകാവസാനം വരെ പ്രഖ്യാപിക്കാൻ അവൻ കണ്ടെത്തിയ മാർഗമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ മനുഷ്യാവതാരം, കുരിശമരണം, തിരുവുത്ഥാനം, പരിശുദ്ധാത്മാവിന്റെ ദാനം, ഇത് ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പം മനുഷ്യാവതാരവും കുരിശിലെ ബലിയും തിരുവുത്ഥാനവും പരിശുദ്ധാത്മ ദാനവും ഒന്നിൽ കുത്തി നിറച്ചിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോഴും ഈ ചോദ്യം ബാക്കി നിൽക്കുന്നു. അച്ഛോ, അപ്പോഴും മറിയത്തിൽ കിടന്നത് പോലെയാണോ നമ്മില്? അതാണ് ചോദ്യം. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇച്ചിരി പാടാണ്. കാരണം ഗ്രീക്കിലെ വാക്കുകളെല്ലാം തന്നെ നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ പ്രയാസമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അത് പൗലോസിന് ആ പ്രയാസം ഉണ്ടായിരുന്നു. കൊളോസസ് ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ പൗലോസ് ഉപയോഗിച്ചൊരു വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരിക്കൽ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും
ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവിടുത്തെ മുമ്പിൽ വിചിത്രരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ മരണത്താൽ തന്റെ ജഡശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. തന്റെ ജഡശരീരത്തിൽ, ജഡശരീരം ഇല്ലേ? സോമ എന്ന വാക്ക് അവിടെയുണ്ട്, ശരീരം. സാർക്സ് എന്ന വാക്ക് ജഡം അല്ലെങ്കിൽ മാംസം. തന്റെ മാംസ ശരീരത്തിൽ, തന്റെ ജഡശരീരത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് നോക്കുക. ഇപ്പം എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്റെ അസ്ഥിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ? ആണോ? എന്റെ ശരീരത്തിൽ എന്റെ ശരീരത്തിൽ തുടരുന്ന് പറഞ്ഞാൽ എന്റെ മാംസത്തിൽ തുടരുത് എന്നാണോ, അതോ എന്നെ തുടരുതെന്നാണോ? എന്റെ ശരീരത്തിൽ നീ തൊട്ടു പോകെന്ന് പറഞ്ഞാൽ എന്റെ മാംസത്തിൽ തുടരുത്, എല്ലുമ തൊട്ടോ എന്നാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ എന്റെ മുടിയിൽ തൊട്ടോ, ശരീരം, അങ്ങനെയല്ലല്ലോ. അപ്പൊ ഈ മാംസം എന്ന് പറയുന്നത്, ജഡം എന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. ജഡശരീരം എന്ന് പറഞ്ഞാലോ മാംസത്തോടു കൂടിയുള്ള ശരീരം, ജഡശരീരം, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. യേശു തന്റെ മരണത്തിൽ തന്റെ ജഡശരീരത്തിൽ. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ജഡശരീരം എന്ന് ഉപയോഗിച്ചത്? ശരീരം എന്ന വാക്കിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ അർത്ഥങ്ങളുണ്ട്. ജഡശരീരം എന്ന് പറഞ്ഞാൽ മാംസത്തോടു കൂടിയുള്ള ശരീരം എന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത് ജഡശരീരം എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ്. ഈ തൊട്ട് മുമ്പ് ഈ കൊളോസ്യ ലേഖനത്തിൽ 1:21-22 തൊട്ട് മുമ്പ് സഭ എന്ന ശരീരത്തിന്റെ തലവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞിരുന്നു. 1:18 സഭ എന്ന ശരീരത്തിന്റെ തലവനാണ് ക്രിസ്തു. അവിടെ ശരീരം എന്നതിന് ക്രിസ്തുവിന്റെ അന്തർലീന ശരീരം, മൗതിക ശരീരം, നിഗൂഢ ശരീരം എന്നൊക്കെ അർത്ഥം. ജഡശരീരം എന്നല്ല. ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയാണ്. അവിടെ സഭ എന്ന ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അന്തർലീന ശരീരമാണ്, നിഗൂഢ ശരീരമാണ്, മൗതിക ശരീരമാണ്, ജഡശരീരമല്ല. അപ്പൊ ആ അർത്ഥത്തിലല്ല. തൊട്ട് മുമ്പാണല്ലോ ഈ ശരീരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശരീരം എന്ന സഭ എന്ന ശരീരത്തിന്റെ തലയാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ അവിടെ ശരീരം എന്ന അർത്ഥം ഇതിന് വേറെ അർത്ഥമാണ്. ആ അർത്ഥത്തിലല്ല ക്രിസ്തു മരിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജഡശരീരം എന്ന് പൗലോസ് പറയുന്നത്. ഈ സത്യവിശ്വാസികള് ക്രിസ്തുവിന്റെ സഭാത്മക ശരീരമാണ്, മിസ്റ്റിക്കൽ ബോഡി. സത്യവിശ്വാസികള് ക്രിസ്തുവിന്റെ സഭാത്മക ശരീരമാണ്. ആ അർത്ഥത്തിലല്ല ക്രിസ്തു ജഡശരീരത്തിൽ കുരിശിൽ മരിച്ചത്. അപ്പോൾ ശരീരം എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി നമുക്ക് ഓർത്താൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യം പറയാം. ക്രിസ്തുവിന്റെ ശരീരത്തിന് 4 ചക്രവാളങ്ങളുണ്ട്, 4 ഡൈമെൻഷൻസ്. ഒന്ന് ഭൗതിക ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞ ജഡശരീരം. ഭൗതിക ശരീരം അല്ലെങ്കിൽ ജഡശരീരം, നമ്മളെപ്പോലെ ശരീരം. BC 2 ഈശോ ജനിച്ചു. BC 2 BC 7 6 അല്ല കേട്ടോ. ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ തന്നെ പുസ്തകമുണ്ട്. അത് ഞാൻ എന്തുകൊണ്ടാണ് BC 2 എന്ന് പറയണേ എന്നൊക്കെ കൃത്യമായി തെളിവുകൾ സഹിതം ഹാജരാക്കിയിട്ടുണ്ട്. BC 2 കർത്താവ് ജനിച്ചു. AD 33 വരെ അവന് നമ്മളെപ്പോലെ ജഡശരീരം ഉണ്ടായിരുന്നു. അതിനെയാണ് ഭൗതിക ശരീരം, ജഡശരീരം എന്നൊക്കെ വിളിക്കുന്നത്. ഇന്ദ്രിയ ഗോചരമായ ശരീരം, തൊടാനും കാണാനൊക്കെ കഴിയും, ഇങ്ങനെയുള്ള ഒരു ശരീരം. അതാണ് യേശുവിന്റെ ശരീരത്തിന് 1ാമത്തെ ചക്രവാളം. ദൈവം മനുഷ്യനായി നമ്മുടെ ജഡശരീരം സ്വീകരിച്ചു. അതിനാണ് മാംസമായി എന്ന് പറയണേ. വചനം മാംസമായി ജഡശരീരം സ്വീകരിച്ചു നടത്താം. മനുഷ്യ ശരീരം സ്വീകരിച്ചു. അതാണ് 1ാമത്തെ ശരീരം. ആ ശരീരം ക്രിസ്തു, ഈ ജഡശരീരത്തോട് കൂടിയല്ലേ ക്രിസ്തു വർഷം 33 ഏപ്രിൽ മാസം 3-ാം തീയതി കുരിശിൽ മരിച്ചു. 5-ാം തീയതി, അത് 3-ാം ദിവസം, അവൻ ശരീരത്തോട് കൂടി ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിലില്ല, ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. പക്ഷെ ആ ശരീരം എന്ന് പറയുന്നത് ജഡശരീരമല്ല, ഉത്തിത ശരീരമാണ്, റിസൺ ബോഡി. പക്ഷെ അത് ഭൂതോ പ്രേതോ ആത്മാവോ അല്ല. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവര് പേടിച്ചു വരച്ചപ്പോൾ സ്ലീഹന്മാരുടെ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ഞാൻ ഭൂതോ പ്രേതമൊന്നും അല്ല. ഭൂതത്തിനും പ്രേതത്തിനും ശരീരമില്ലല്ലോ, എനിക്കൊരു ശരീരമുണ്ട്. സ്ത്രീകൾ അവനെ കെട്ടിപ്പിടിച്ചു, ഇല്ലേ, ആരാധിച്ചു. മറിയം മഗ്ദലന അവന് പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. തോമസ് അവന്റെ വിലാവിൽ കൈയിട്ടു. അപ്പോൾ അവന് ശരീരമുണ്ട്. പക്ഷേ ജഡശരീരത്തിന്റെ, ഭൗതിക ശരീരത്തിന്റെ ഒരു പരിമിതിയുമില്ല. പക്ഷെ ഒരേ ആളാണ്. ആ ജഡശരീരത്തിൽ ജീവിക്കുകയും കബറടക്കപ്പെടുകയും ചെയ്ത അതേ ആളാണ് ഉത്ഥാനം ചെയ്തത്. പക്ഷെ ആ ഉത്തിത ശരീരമാണ്, ഭൂതം പ്രേതമൊന്നുമല്ല, ശരീരമുണ്ട്. അപ്പോൾ അതിന് ഉത്തിത ശരീരമാണ്, പക്ഷെ ഒരേ ആളാണ്. രണ്ടും 2 ചക്രവാളങ്ങളാണ്. ജഡശരീരത്തിന്റെ, ഭൗതിക ശരീരത്തിന്റെ പരിമിതികൾ ഇല്ലാത്ത ശരീരം, പക്ഷെ ആളൊന്നു തന്നെ. അതാണ് 2ാമത്തെ ശരീരം എന്ന് പറഞ്ഞത്. 2ാമത്തെ ശരീരം എന്ന് പറഞ്ഞാൽ
ശരീരത്തിന്റെ രണ്ടാമത്തെ ചക്രവാളം. മൂന്നാമത്തത് നമ്മൾ പറയുന്ന സഭാത്മക ശരീരം. മൗതിക ശരീരം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ കുറച്ചുകൂടി ഉപയോഗിക്കുന്ന വാക്ക് സഭാത്മക ശരീരം എന്നാണ്. ക്രിസ്തുവിന്റെ മാമോദീസ, ക്രിസ്തീയ മാമോദീസ സ്വീകരിക്കുന്നവരെല്ലാം ഉത്തമനായ കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തില് ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ്. അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും മാമോദീസയാലും കുർബാനയാലും അവർ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ്. ഇപ്പൊ എറണാകുളത്ത് ഇപ്പോഴും മാമോദീസ മാത്രമേ ഉള്ളൂ, തിരുരക്തത്താൽ ഒട്ടിച്ചു ചേർക്കുന്നില്ല. അത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ്, കുട്ടികളൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട്. ശരിക്കും 3 കൂതാശകൾ ഒരുമിച്ചാണ് കൊടുക്കേണ്ടത്, പ്രവേശ കൂതാശകൾ. ഈ എറണാകുളത്ത് മാത്രം അത് എല്ലാം തലതിരിഞ്ഞാണ്. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അവര് മെത്രാമാര് തീരുമാനിച്ച് നടപ്പാക്കേണ്ടതാണ്. അവരിങ്ങനെ നടപ്പാക്കണ്ട എന്നുള്ള മട്ടിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാരണന്മാർ, ഇപ്പൊ നമ്മുടെ അപ്പം ചീത്തയായാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ അമ്മ ചീത്തയായാൽ നമ്മൾ എന്ത് ചെയ്യും? സഹിക്കല്ലാണ്ട് വല്ല മാർഗമുണ്ടോ? ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ. എനിവേ, അപ്പോ മാമോദീസയും തൈലാഭിഷേകവും കുർബാനയും പ്രവേശ കൂതാശകളും ഒരുമിച്ചാണ്. ലത്തീൻ സഭയിലും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് ഒരുപാട് വേദികളിൽ. അപ്പൊ അവിടേക്കും ലത്തീൻ സഭയിലേക്ക് അത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ വിലാവിൽ നിന്ന് ഒഴുകിയ ജീവജലത്താലും ജീവരക്തത്താലും കർത്താവിന്റെ പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുന്നതാണ്. ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുന്നതാണ്, വെള്ളത്തിലേക്കല്ല, നാമത്തിലേക്ക് സ്നാനപ്പെടുന്നതാണ് മാമോദീസ. അപ്പൊ ക്രിസ്തുവിന്റെ ഉത്തിത ശരീരത്തിൽ നമ്മൾ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായിട്ട് മാറുകയാണ്, അന്തർലീന ശരീരമായിട്ട്, നിഗൂഢ ശരീരമായിട്ട് മാറുകയാണ്. ക്രിസ്തുവിന്റെ നിഗൂഢ ശരീരം, അതിനെയാണ് സഭാത്മക ശരീരം എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു ഇല്ലേ? സഭയാകുന്ന ശരീരത്തിന്റെ തലയാണവൻ. അതായത് ക്രിസ്തുവിന്റെ അന്തർലീന ശരീരത്തിന്റെ തല, ഈ സഭ എന്ന ശരീരത്തിന്റെ തല. നമ്മള് ഈ ശരീരത്തിലെ അവയവങ്ങള് ചെറിയ കാര്യമല്ല. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നത്, അല്ലേ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്നല്ലേ പൗലോസിനോട് പറഞ്ഞത്. പൗലോസ് ക്രിസ്തുവിനല്ലല്ലോ, ക്രിസ്ത്യാനികളല്ലേ പീഡിപ്പിച്ചത്. ഇത് തന്നെ ഇപ്പോഴും സംഭവിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ക്രിസ്തു അവരിൽ കൗദാശിക സാന്നിധ്യമുണ്ട്. അതിനാൽ തന്നെ അവര് ക്രിസ്തുവിന്റെ അന്തർലീന ശരീരമാണ്. ആ ക്രിസ്തുവിന്റെ അന്തർലീന ശരീരം സഭാത്മക ശരീരം, അതാണ് മൂന്നാമത്തെ ചക്രവാളം. നാലാമത്തതാണ് കൗദാശിക ശരീരം. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മിലേക്ക് വരുന്നു, അവന്റെ ശരീരവും രക്തവും തരുന്നു. ഇത് എന്റെ ശരീരം ആകുന്നു എന്ന കർത്താവ് പറയണേ. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആള്, മാംസം എന്നല്ല, ആള്. ഇത് ഞാൻ തന്നെയാകുന്നു. ഇത് എന്റെ രക്തം ആകുന്നു. രക്തം എന്ന് പറഞ്ഞാൽ പ്രാണൻ, ജീവൻ. ഇതെന്റെ പ്രാണനാണ്. അപ്പൊ ഇത് ഞാനാണ്, എന്റെ പ്രാണനാണ്. കർത്താവിന്റെ പ്രാണനും ആളത്വവും നമ്മിലേക്ക് തരികയാണ് കൂദാശയുടെ രൂപത്തില്. പക്ഷെ വരുന്നത് ഒരേ ആള് തന്നെയാണ്. അന്ന് BC 2 മുതൽ ക്രിസ്തുവർഷം 33 വരെ ഭൂമിയിൽ ജീവിച്ച ആള്, 33 ക്രിസ്തുവർഷം 33 ഏപ്രിൽ 5-ാം തീയതി മരിച്ചവന് ഉത്ഥാനം ചെയ്ത ആള്, എല്ലാ ക്രിസ്ത്യാനികളുമായിട്ടും താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആള്, അതേ ആളാണ് കൂദാശയിലൂടെ വരുന്നത്. അപ്പോൾ മറിയത്തിന്റെ ഗർഭത്തിലായിരുന്നത് ജഡശരീരത്താലാണ്. നമ്മിലേക്ക് വരുന്നത് അതേ ആള് തന്നെയാണ്, പക്ഷെ കൗദാശിക ശരീരത്താലാണ്. പക്ഷെ രണ്ടും ഒരേ ആള് തന്നെയാണ്, രണ്ട് രൂപത്തിലാണ്. കാര്യം ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി ആവർത്തിക്കട്ടെ. മറിയത്തിൽ സംഭവിച്ചത് മനുഷ്യാവതാരം മറ്റൊന്നുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം അത്ര മഹാത്ഭുതമാണ്. പ്രപഞ്ച സൃഷ്ടിക്കൽ വലിയ അത്ഭുതമാണ്. പക്ഷേ അതേ അത്ഭുതത്തിന്റെ ചെറിയ തോത് നമ്മിൽ സംഭവിക്കുകയാണ് കൗദാശികമായിട്ട്. അതേ ആളാണ്, മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ ആളാണ് അവിടെ ജഡശരീരത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ കൗദാശിക ശരീരത്തിലൂടെ നമ്മിലേക്ക് വരുന്നത്. അപ്പോഴും യാഥാർത്ഥ്യം ഒന്ന് തന്നെയാണ്. എന്താണ്? മറിയം ജീവിക്കുന്ന ദൈവത്തിന്റെ സക്രാരി ആയതുപോലെ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ സഞ്ചരിക്കുന്ന സക്രാരിയാണ്. കൗദാശിക ശരീരമായിട്ടാണ് നമ്മിൽ ഉള്ളതെന്ന് മാത്രം. പക്ഷെ ഒരേ ആള് തന്നെയാണ്. മറിയത്തിന്റെ ഗർഭത്തിൽ ജഡശരീരത്തിൽ കിടന്ന ആള് തന്നെയാണ് കൗദാശിക രൂപത്തിൽ നമ്മിലേക്ക് വരുന്നത്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറിയത്തിലെ സംഭവിച്ച മനുഷ്യാവതാരം എന്ന മഹാത്ഭുതം ലോകാവസാനം വരെ കൗദാശിക രൂപത്തിൽ ആയിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇതിങ്ങനെ കേട്ട് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം കേട്ടോ. പല പ്രാവശ്യം കേട്ടാലാണ് ഇതിന്റെ ആഴത്തിലേക്ക് കടക്കുക. കാരണം വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം അത് സഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും സഭ മനസ്സിലാക്കുന്ന തരത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പരമപരിശുദ്ധ കൂദാശിയാണ്. ഇതിന് ക്രിസ്തീയ ജീവിതത്തിന്റെ പരകോടിയാണ്, സബ്മിറ്റാണ്, ഉറവിടമാണ്, സോഴ്സ് ആണെന്നൊക്കെ നമ്മൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിലും പിന്നെ രണ്ടാമത്തെ സോനദോസിന്റെ ഡോക്യുമെന്റിലും പഠിക്കുമ്പോഴും
അതിന്റെ ആഴം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പല പ്രാവശ്യം കേട്ടു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ വിശുദ്ധ കുർബാന എന്താണ്, മറിയത്തിൽ സംഭവിച്ച എന്താണ്, നമ്മിൽ സംഭവിച്ച എന്താണ്, അന്തരം എന്താണ്, പക്ഷേ സാമ്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ സഞ്ചരിക്കുന്ന സക്രാരികളായി മാറുന്നു എന്നുള്ളത് ഒരു മഹത്തായ വെളിപാടാണ്. ആ വെളിപാട് സ്വീകരിക്കാൻ നമുക്ക് പേടിയുണ്ട് വാസ്തവത്തില്, അല്ലേ? മിസ്റ്റേരിയും ട്രമന്തും, ഈ ട്രമൻഡസ് മിസ്റ്ററി എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഈ വിശുദ്ധ കുർബാനയെ. ആ രഹസ്യാത്മകത നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് പിന്നെ അത് വെറും ആചാരമാറ്റി മാറും. അതുകൊണ്ടാണ് ദേവാലയ ബിരി വേണമെന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം സ്വർഗത്തിന്റെ പ്രതീകമായിട്ട് അത് മാറണം. ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സംഗതികളെല്ലാം നാടകീയമായിട്ട് തന്നെ അവതരിപ്പിച്ചാലാണ് നമുക്കത് മനസ്സിലേക്ക് കയറുക. ഇതിനെയാണ് സജീവ പങ്കാളിത്തം എന്ന് പറയണേ. അല്ലാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതിനെ അല്ല സജീവ പങ്കാളിത്തം എന്ന് പറയണേ. അപ്പോൾ മുഖത്തോട് മുഖം നോക്കിയെന്നാൽ ഈ രഹസ്യാത്മകത, ഈ മിസ്റ്റേരിയും ട്രമന്തും, ദ ട്രമൻഡസ് മിസ്റ്ററി, ഈ ദൈവിക വെളിപാട് അത് തിരിച്ചറിയാൻ പറ്റാണ്ട് വരും. അത് അങ്ങനെയാണ് നമ്മുടെ ഈ ആധ്യാത്മികത നമുക്ക് നഷ്ടപ്പെടുന്നത്. തിരിച്ചറിയാതെ വരുമ്പോൾ നമുക്ക് തിരിച്ചുപോക്ക്, ഈ യഥാർത്ഥ രഹസ്യത്തിലേക്കുള്ള ഈ ട്രമൻഡസ് മിസ്റ്ററി, ഈ രഹസ്യാത്മകതയുടെ ആ മാഹാത്മ്യത്തിലേക്കുള്ള തിരിച്ചുപോക്കിന് ഈ കുർബാനയെക്കുറിച്ചുള്ള ധ്യാനവും മറിയത്തെക്കുറിച്ചുള്ള ധ്യാനവും ഈ ശിവനായ തിരുനാളും ഒക്കെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.